നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ലെഗ് കൺട്രോൾസാണിത്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ഇതിനെ നമ്മൾ ഹാൻഡ് കൺട്രോളാക്കി മാറ്റി വെച്ചേക്കുകയാണ്. കാരണം ചില കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു ഐഡിയ കിട്ടില്ല. ഐഡിയ കിട്ടാത്ത കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ആര്യ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. ഇത് എത്രമാത്രമാണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയും. ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാർ ഇവിടെ സ്കെയില് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നമ്മളിപ്പോൾ എത്ര ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ എത്രയാണ് ഇങ്ങനെ പോയി നമുക്ക് തന്നെ ആ ഒരു ഐഡിയ വരും, ഒന്ന് ടച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാറ് തന്നെ പറഞ്ഞു 3 mm ഒക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു വണ്ടി ഇരമ്പിൽ വരുന്നുണ്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാര്യം നമ്മുടെ കൈ മൂവ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ കാലും അതുപോലെ തന്നെ മൂവ് ചെയ്ത് വരാനായിട്ട് നമുക്കത് സഹായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്തുണ്ടാവണം? ആക്സിലറേറ്റർ. അപ്പോൾ ഈ ക്ലച്ചും ആക്സിലറേറ്ററും തമ്മിലുള്ള കോമ്പിനേഷൻ. ക്ലച്ച് മുഴുവൻ ചവിട്ടും, ക്ലച്ച് ഇപ്പോൾ മുഴുവൻ ചവിട്ടി. നമ്മൾ ആക്സിലറേറ്റർ 1 or 2 ക്രമപ്പെടുത്തും. അപ്പോൾ ക്രമപ്പെടുത്തി സ്റ്റേബിളായിട്ട് വയ്ക്കണം. പല കുട്ടികളും ആക്സിഡൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്തേ ഉള്ളൂ, പെട്ടെന്ന് എടുത്ത് കളയും. അപ്പം പിന്നെ വണ്ടിക്ക് പോകാനുള്ള പവർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വച്ചിട്ട് ക്ലച്ച് പയ്യെ റിലീസ് ആവട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 എന്ന് പറയുന്ന സാങ്കല്പിക നമ്പർ. ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിന് ആ 3 കാണാൻ പറ്റും. കറക്റ്റ് ആ 3 കൊണ്ട് നിർത്തുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ 3 നിന്ന് ഒരു പോയിൻറ്റ് 2.9 താഴ്ത്തുന്നു. കണ്ട, ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു. ഇപ്പം വീണ്ടും 3 കണ്ട, മൂവ് ചെയ്യുന്നു. 2.9, 3. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബ്രേക്ക് വിടും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബ്രേക്ക് വിട്ട് കാലം എവിടെ പോകണം? ആക്സിഡൻറ്റ്. പല കുട്ടികളും ബ്രേക്ക് വിടാൻ പറയുമ്പം അവരെ കാലം എവിടെ വെച്ചേക്കുള്ളൂ? തറയിൽ. അതായത് ബ്രേക്കിലും കാണൂല, ആക്സിഡൻറ്റ് കാണില്ല, കാലെടുത്ത് ഫ്ലോറിൽ വെച്ചേക്കും. അപ്പോൾ കാല് ഫ്ലോറിൽ വയ്ക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർ ഡ്രൈവിങ്ങിൻ്റെ കേസിൽ വളരെ വീക്കാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കാർ ഓടിക്കാൻ പറ്റും. പക്ഷേ ചില കുട്ടികൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ ആ സ്റ്റേജിൽ എത്താൻ പറ്റും. അപ്പം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ആര്യയുടെ അഭിപ്രായം? സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ വന്ന പിള്ളേരാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൽ വരുമ്പോൾ പേടിയോടുകൂടിയാണ് വരുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കും, കാര്യം ഡ്രൈവിങ്ങും നമ്മളെ കൊണ്ട് പറ്റുമോ, ഞാൻ പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് പറ്റുമോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ സാർ നമുക്ക് ഒരു ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞെന്നാണ് നമ്മളെ ഇത്രയും ഒരു ഇതിൽ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അതിന് സാറിനോട് നമുക്ക് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവും. പക്ഷേ എന്നും ആ കൊച്ചു കുട്ടികൾക്ക് പറയുന്നത് പോലെയാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 4 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ സാറ് ശരിക്കും സാറ് വഴക്ക് പറയും. ആ സമയത്ത് നമുക്കൊരു വിഷമം തോന്നുമെങ്കിലും പിന്നെ നമ്മൾ ആ തെറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ പെട്ടെന്ന് ഓർമ്മ വരാം. അത് ആ സമയം നമ്മളത് ഓർത്തെങ്കിൽ പെട്ടെന്ന് ശരിയാവും. കാരണം നമ്മൾ പഠിപ്പിച്ചത് ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും മുഴുവൻ ചവിട്ടണം, ഒറ്റ ചവിട്ടാണ്, ഫ്ലോറിൽ പോയി തട്ടണം. പക്ഷേ ഒരു കുട്ടി നമ്മൾ എത്ര പറഞ്ഞിട്ടും അത് 3/4 ഭാഗമേ ചവിട്ടുള്ളൂ, 1/4 ഭാഗം ബാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സ്നേഹിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ എപ്പോഴും നമ്മളൊരു ഗുരുശിഷ്യ ബന്ധമായി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സാറുകൾ ഇത്രയും പാടുപെടുന്നത്. അപ്പോൾ സാറിനെ കൊണ്ട് പാടുപെടുത്തുക, സാർ പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് അത്യുത്ഥാനം ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് അതിനൊന്നും കാര്യങ്ങൾ വേണ്ടി വരില്ല. ഒന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. റെഡി? ഓക്കെ, താങ്ക് യു ആര്യ. ഓക്കെ, താങ്ക് യു.